ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി തന്നെയാണ് ഐഫോൺ 15 എടുത്ത്. ഓൾമോസ്റ്റ് ഒരു 2 മാസമൊക്കെ ആവണുള്ളൂ. അപ്പോൾ ഇതാണ് സംഭവം. ഞാൻ അതിന് മുമ്പ് ഐഫോൺ 13 ആണ് ഉപയോഗിക്കുന്നത് തന്നെ. ഞാൻ പറഞ്ഞത് അതൊരു ആഫ്റ്റർ അപ്ഡേറ്റ് നമുക്കൊരു ഡിസ്പ്ലേ ഇഷ്യൂ വന്നപ്പോഴാണ് ഞാൻ ആക്ച്വലി ഇത് എക്സ്ചേഞ്ച് ചെയ്തെടുത്തത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഐഫോൺ 15 എന്ന് പറയുന്നത് ടൈപ്പ് സി പോർട്ട് വെച്ചിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുറേ പേര് ഈ സാധനം ചാർജ് ചെയ്യാൻ കുറേ ലോക്കലായിട്ടുള്ള എന്താ പറയുക ചാർജറും പവർ ബാങ്ക്സുകളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറേ പേരുടെ സംഭവം റിപ്പോർട്ടായിട്ടുണ്ട്. കുറേ പേരുടെ ഐഫോണിന്റെ ബാറ്ററി, പ്രത്യേകിച്ച് 15 സീരീസിന്റെ ബാറ്ററി ഇഷ്യൂസ് റിപ്പോർട്ടായിട്ടുണ്ട്. അതിന്റെ മെയിൻ വൺ ഓഫ് ദി റീസൺ എന്ന് പറയുന്നത് ഇതേപോലത്തെ ലോക്കൽ ആയിട്ടുള്ള ആപ്പ് ചാർജറും അതുപോലെ തന്നെ പവർ ബാങ്ക് ഉപയോഗിക്കുന്നതാണ്. കുറേ പേര് ബോട്ടിന്റെയും ആംബ്രോയിഡും ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ലടാ. പറയുമ്പോൾ സംഭവം BSA രജിസ്റ്റേർഡ് ഒക്കെയാണ്. പക്ഷേ അതൊന്നും ഉപയോഗിക്കരുത്. വലിയ റേറ്റ് ഡിഫറൻസ് ഒന്നും ഇല്ല. പക്ഷേ നിങ്ങളുടെ ഫോൺ ചുമ്മാ കളയരുത്. ഞാൻ എൻ്റെ ഉണ്ട് ആംബ്രോയിഡ്. ഞാൻ ആംബ്രോയിഡിന്റെ വീഡിയോ എന്താ പറയുക പവർ ബാങ്ക് ഒക്കെ മുമ്പ് അൺബോക്സ് ചെയ്തിട്ടുള്ളതാണ്. ആംബ്രോയിഡിന്റെ മാക്സ് സേഫ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ സാധനം അത് നമ്മുടെ സോഫ്റ്റ്വെയർ ആയിട്ടൊക്കെ കണക്ഷൻ വരില്ല. അതുപോലെ തന്നെ ആംബ്രെയിൻ ബോട്ട് അതിനൊന്നും ഉപയോഗിക്കരുത്. കൂതറ സാധനമാണ് ബോട്ടൊക്കെ. അതൊക്കെ മിക്കതും എന്താ പറയുക അവർ തുടങ്ങിയത് തന്നെ അതൊക്കെ സാധനം ചൈനയിൽ നിന്ന് ഇറക്കിയിട്ട് റീബ്രാൻഡ് ചെയ്തിട്ടാണ്. ഇപ്പോൾ അവർ ഭയങ്കര വലുതായപ്പോൾ അവർ ചിലതൊക്കെ ഇന്ത്യയിൽ ഓൾറെഡി മേക്ക് ചെയ്ത് തുടങ്ങി. അതാണ് അവരുടെ ഇഷ്യൂ അല്ല, സോറി, അതാണ് അവരുടെ എന്താ പറയുക ഒരു പാത്ത്. അപ്പോൾ പിന്നെ കുറേ ഉണ്ടല്ലോ. അപ്പോൾ അതൊന്നും ഉപയോഗിക്കരുത്. സ്റ്റഫ് കൂളാണ് പിന്നെയും ഭേദം ഇന്ത്യൻ ബ്രാൻഡിൽ. പക്ഷേ സ്റ്റഫ് കൂളും അതൊന്നും നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയിക്കും അതും മെയ്ഡ് ഇൻ ചൈന തന്നെയായിരിക്കും. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 20 mAh സ്റ്റഫ് കൂളിൻ്റെ എടുത്തിട്ടുണ്ട്. അത് 1500 രൂപയുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് വേറെ ബഡ്ജറ്റ് റേഞ്ചിൽ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. വല്ലപ്പോഴും ചാർജ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഈ സാധനം വാങ്ങിക്കാം. 1500 രൂപയുള്ളൂ. BIS സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ളതാണ്. പക്ഷെ ഞാൻ ഐഫോണൊന്നും തീരെ റെക്കമെൻഡ് ചെയ്യില്ല. ഐഫോണിന് മാത്രമല്ല, ഹൈ എൻഡ് ഫോണുകൾക്കൊന്നും. നിങ്ങൾക്ക് ഇപ്പോൾ ഐഫോണിന് വേണ്ടാണ്ടൊരു വേണം സാധനം എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് ഒരു ആങ്കറിന്റെ പവർ ബാങ്ക് ഔട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ആങ്കറും അതുപോലെ തന്നെ അവരോട് ഉണ്ടല്ലോ ബെൽക്കിനാണ് ആക്ച്വലി MFI സർട്ടിഫൈഡ് ആയിട്ടുള്ള പവർ ബാങ്ക്സുകൾ ആപ്പിൾ തന്നെ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പീക്കറിൻ്റെയും കുഴപ്പമില്ല. ഞാൻ സ്പീക്കറിൻ്റെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ സ്പീക്കറിൻ്റെ ഓൾറെഡി നമ്മൾ വീഡിയോ ഇട്ടേക്കുന്നതാണ്. നമ്മൾ ഓൾറെഡി കണ്ടായിരിക്കും. സ്പീക്കറിൻ്റെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഒരെണ്ണം. അതും വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഉള്ളതാണ്. ഇതാണ് സംഭവം ഉണ്ടോ. ഇതും വയർലെസ് ചാർജിങ് ഉള്ള സപ്പോർട്ടാണ്. ഭയങ്കര സ്ലിം ആണ്. 10,000 mAh ആണ്. നിങ്ങൾക്ക് വേറെ ഒരു രക്ഷയൊന്നും ഇല്ലെന്ന് വെച്ചാൽ ഇതായിരിക്കും. എന്ന് വെച്ചാൽ പാങ്കറിനൊക്കെ നല്ല വില കൊടുത്തതാണ്. ബെൽക്കിനൊക്കെ പാങ്കറിന് ഞാൻ ഓർഡർ ചെയ്തതിൻ്റെ സാധനത്തിന് 5000 രൂപയാണ് 10,000 mAh. അതിന് പകരം സ്പീക്കറിൻ്റെ സാധനത്തിന് 2100 സംതിങ് ഉള്ളൂ. അത് ആക്ച്വലി ഇമ്പോർട്ടഡ് ആണ്. ആങ്കർ നിങ്ങൾക്കും USA ബ്രാൻഡാണ്. അത്രയും ക്വാളിറ്റി വരുന്നുണ്ട്. നമ്മുടെ ഡിസ്പ്ലേ സംഭവം ഞാൻ അത് കാണിച്ചിട്ടാൻ വരുന്നത് അൺബോക്സിങ്. ഞാൻ ആക്ച്വലി ഇത് എൻ്റെ കാശൊന്നും പോയില്ല. ഞാൻ അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയായിരിക്കും, ക്രെഡിറ്റ് കാർഡ്. അതിൻ്റെ പോയിന്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അതിൻ്റെ വഴി ഞാൻ ഇത് എങ്ങനെ ചെയ്തതെന്നൊക്കെ ഞാൻ എൻ്റെ വീഡിയോ വേറെ സെപ്പറേറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കണ്ടതൊക്കെ കണ്ടുനോക്കുക. പക്ഷെ ഇത് നമ്മുടെ മെയിൻ ചാനലിട്ടുണ്ട്. അത് പോയി കണ്ടുനോക്കട്ടെ. എനിക്കത് കാരണം ഫ്രീ ആയിരുന്നു 5000 രൂപ. എനിക്ക് 200 രൂപയുണ്ട് മാത്രമേ എനിക്ക് അടയ്ക്കാൻ വന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ പോയിന്റ്സ് എടുത്തു. പിന്നെയും നിങ്ങൾക്ക് അത് രക്ഷയൊന്നും ഇല്ലെങ്കിൽ ഈ സാധനം വാങ്ങിച്ചാൽ മതി. അതുപോലെ തന്നെ ആ മെയിൻ ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് നമ്മുടെ ചാർജർ. ഞാൻ ഉപയോഗിക്കുന്ന ചാർജറാണ് ഹണിവെല്ലിൻ്റെ ചാർജർ. ഇത് അത്യാവശ്യം നല്ല PD ചാർജിങ് ആണ്. 45 വാട്ട്സ്. അപ്പോൾ ഇതിന്റെ വീഡിയോ നമ്മൾ മെയിൻ ചാനലിട്ടുണ്ട്. പക്ഷേ നിങ്ങളൊരു ഐഫോൺ ആണെങ്കിൽ, നിങ്ങൾ ഐഫോൺ പുതിയതൊക്കെ വാങ്ങിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തായാലും അവരുടെ എന്താ പറയാ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഇതായിരിക്കും നല്ലത്. 1500 1200 രൂപയ്ക്ക് നമുക്ക് ആമസോണിലൊക്കെ കിട്ടും. നമ്മുടെ ലൈറ്റ് ഇവിടെ കേട്ടതാണ് കേട്ടോ. ഇത് ഒഫീഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ആപ്പിളിലെ ചാർജറാണ്. നിങ്ങൾക്ക് ഇത് സാധനം അറിയിക്കും. ഇത് നിങ്ങൾക്ക് ബോക്സിൽ ടൈപ്പ് സി കേബിൾ പുതിയത് കിട്ടുന്നതാണ്. ബ്രൈഡഡ് ആയിട്ടുള്ള കേബിൾ. ഇത് നല്ല കേബിളാണ്, കുഴപ്പമില്ല. അതുപോലെ തന്നെ കേബിളും ഇഷ്യൂസ് ഉണ്ട്. എന്ന് വെച്ചാൽ കുറേ പേരുടെ ഐഫോൺ 15 സീരീസ് കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. ബാറ്ററി എന്ത് പെട്ടെന്ന് അറിയാം. ബാറ്ററി ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ ബാറ്ററി 20% കുറഞ്ഞ ആൾക്കാരുണ്ട്. അതൊക്കെ ഇത് ഇഷ്യൂ ആണ്. അതുപോലെ അത് മാത്രമല്ല, മദർ ബോർഡിനും കംപ്ലൈന്റ് ആണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ച് ചാർജ് ചെയ്യുന്നവരൊന്ന് സൂക്ഷിക്കുക. കത്യാദ്യം. അപ്പോൾ ഇത് പറയണ ആക്ച്വലി വന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെയും 2-3 ഞാൻ എൻ്റെ കൂടെ ഒപ്പെടുത്ത 2-3 പേരുടെ ബാറ്ററി അടിച്ചു പോകാറായിട്ടുണ്ട്. എന്ന് വെച്ചാൽ 80% താഴെ പോയെന്ന് പറഞ്ഞാൽ ഞാൻ തീരുമാനമായി എന്നർത്ഥം, മരണ്ട വരും. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ട്. ശരിക്കും ആക്ച്വലി ഇത് അവർ കസ്റ്റമർ കെയറിൽ കൊണ്ട് കാണിച്ചപ്പോഴാണ് ഇത് അറിയുന്നത് ഇത് ഇഷ്യൂ. അപ്പോൾ ഇതൊന്നും അറിയിക്കാൻ ആക്ച്വലി വന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാറ്റിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽ കാണാത്ത പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളിക്കൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ ടെലിഗ്രാം പേജൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും കൊടുക്കുന്നതാണ്. അടുത്ത വീഡിയോ കാണാം.